ഹോർമൂസിൽ വെച്ച് 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്ന് പോലും നിങ്ങൾക്കറിയില്ല. കപ്പലിന്റെ പേരറിയില്ല, ഏതിലാണ് ആൾക്കാർ മരണപ്പെട്ടത്, ഏതിലാണ് ആൾക്കാരെ രക്ഷപ്പെടുത്തിയത്, ഇതൊക്കെ ഏത് രാജ്യത്തിന്റെ പതാക വെച്ചിട്ടുള്ള കപ്പൽ, ഇതൊന്നും നിങ്ങൾക്കറിയില്ല. അറിയാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പ്രധാനമന്ത്രിനെ തെറി പറയുക. ഇത് ന്യായമാണോ? എന്റെ പൊന്നുമക്കളെ, ചന്ദ്രനിൽ പോയാൽ ഒരു ഇന്ത്യക്കാരനുണ്ടാവും, അവിടെയൊക്കെ പുറകെ പ്രധാനമന്ത്രി പോകണം, എംബസി പോകണം, നേവി പോകണം, പട്ടാളം പോകണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? ഇവരൊക്കെയും അവരവരുടെ ജീവിതം നോക്കി പഠിച്ച് ഓരോരോ കരിയർ മേഖലകൾ തിരഞ്ഞെടുത്ത് പോകുന്ന ആൾക്കാരാണ്. കപ്പലിലെ ജീവിതം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. ഇവരെല്ലാം പറയുന്ന കാര്യം ഇവിടൊക്കെ മരിച്ചത് ഇന്ത്യക്കാരല്ലേ, ഇന്ത്യൻ കപ്പലല്ല എന്നതായിക്കോട്ടെ. ഒരാൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു, അയാളുടെ പേരൊന്നും എനിക്കറിയില്ല, ഇന്ത്യൻ കപ്പൽ ഇതുപോലെ മുങ്ങി എന്നൊക്കെ പറയുന്നത് പച്ച നുണയാണ് പറയുന്നത്. ഇന്ത്യയുടെ ഒരു കപ്പലും അങ്ങനെ ഹോർമൂസിൽ വെച്ചിട്ട് ആക്രമിക്കപ്പെട്ടിട്ടുമില്ല, ഇന്ത്യയുടെ ഒരു കപ്പലിനും അങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടില്ല. അതോടുകൂടി എന്റെ വീഡിയോന്റെ അടിയിൽ മുഴുവൻ വന്നിട്ട് 3 പേര് മരിച്ചു, നീ അറിഞ്ഞില്ലേ, നീ എന്തിനാ ഇങ്ങനെ സംഖ്യകളെ സൂചിപ്പിച്ച് വാർത്ത ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ കമന്റ് ഇട്ട് അങ്ങ് മെഴുകുകയാണ്. അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള വിവരം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ കൃത്യമായിട്ട് നിങ്ങളോട് ഇത് പറയാത്തത്. ഞാൻ പറഞ്ഞ കപ്പൽ വേറെയാണ്, ഇന്ത്യൻ ക്രൂ മരണപ്പെട്ട കപ്പൽ വേറെയാണ്. ആക്ച്വലി ഈ ഹോർമൂസ് കടലിടുക്കില് ആക്രമണത്തിൽപ്പെട്ടത് 3 കപ്പലുകളാണ്. അതേപ്പറ്റി നിങ്ങൾക്ക് അറിയാമോ? കപ്പൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവനും കപ്പൽ അപകടങ്ങളുടെ പുറകെയാണ് ഈ ഒരാഴ്ചയായിട്ട്. എന്താണ് കാരണം? യുദ്ധം നടക്കുന്നു, പല കപ്പലുകളിലും ഇന്ത്യൻ ക്രൂ അപകടത്തിൽപ്പെടുന്നു. അത് ഇന്ത്യൻ കപ്പലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കപ്പലാണോ എന്ന് ഇവർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാരോട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇവർ പറയുന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ ഒരു പെർട്ടിക്കുലർ കപ്പലിനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. അതിനകത്തുണ്ടായിരുന്ന 24 ഇന്ത്യൻ ക്രൂ, അവരെ എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യം രക്ഷപ്പെടുത്തിയത് എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരാൾ പോലും അപകടത്തിൽപ്പെടാതെ കംപ്ലീറ്റ് ആയിട്ട് രക്ഷപ്പെട്ടു എന്നതും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിൽ കുറച്ച് പേരാണ് കണ്ടത്. നമുക്കറിയാമല്ലോ, റിപ്പോർട്ട് അടി കാരണം യൂട്യൂബിൽ അങ്ങനെ ആൾക്കാർ അധികം കാണാറില്ല. എന്നാൽ ഫേസ്ബുക്കിൽ ഒരുപാട് പേര് കണ്ടു. ഈ വീഡിയോ പോസ്റ്റ് ആയതിന്റെ പിറ്റേന്നാണ് ആക്ച്വലി 3 ഇന്ത്യക്കാര് ഇതുപോലെ തന്നെ US ആക്രമണത്തിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അറിയിപ്പ് വരുന്നത്. അതോടുകൂടി എന്റെ വീഡിയോന്റെ അടിയിൽ മുഴുവൻ വന്നിട്ട് 3 പേര് മരിച്ചു, നീ അറിഞ്ഞില്ലേ, നീ എന്തിനാ ഇങ്ങനെ സംഖ്യകളെ സൂചിപ്പിച്ച് വാർത്ത ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ കമന്റ് ഇട്ട് അങ്ങ് മെഴുകുകയാണ്. അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള വിവരം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ കൃത്യമായിട്ട് നിങ്ങളോട് ഇത് പറയാത്തത്. ഞാൻ പറഞ്ഞ കപ്പൽ വേറെയാണ്, ഇന്ത്യൻ ക്രൂ മരണപ്പെട്ട കപ്പൽ വേറെയാണ്. ആക്ച്വലി ഈ ഹോർമൂസ് കടലിടുക്കില് ആക്രമണത്തിൽപ്പെട്ടത് 3 കപ്പലുകളാണ്. അതേപ്പറ്റി നിങ്ങൾക്ക് അറിയാമോ? കപ്പലിന്റെ പേര് ഞാൻ വായിക്കാം. ആ 3 കപ്പലുകളുടെ വിശദാംശങ്ങൾ താഴെ നൽകുന്നു. MT സെറ്റബെല്ലോ, ഈ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് 3 ഇന്ത്യൻ നാവികർ മരണപ്പെട്ടത്. പലാവു പതാകയുള്ള ഈ എണ്ണക്കപ്പലിൽ 24 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. 21 പേരെ രക്ഷപ്പെടുത്തി. മാരിവെക്സ്, ഈ കപ്പലിൽ ഉണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. ആക്രമണത്തിനിടയായ ഈ കപ്പൽ പിന്നീട് കടലിൽ മുങ്ങിപ്പോയി. ജൽവീർ, ഗിനിയ ബിസൗ പതാകയുള്ള ഈ കപ്പലിന് നേരെയാണ് ഏറ്റവും ഒടുവിൽ ആക്രമണം ഉണ്ടായത്. ഇതിലുണ്ടായിരുന്ന 20 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണ്. ഇതിൽ ഈ രണ്ടാമത് പറഞ്ഞ മാരിവെക്സ് എന്ന കപ്പലിനെ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതിനകത്ത് 24 പേരെയും സുരക്ഷിതമായിട്ട് ഇന്ത്യൻ നേവി രക്ഷപ്പെടുത്തി. പക്ഷെ അതും പലാവു രാജ്യത്തിന്റെ പതാകയുള്ള കപ്പലാണ്, ഇന്ത്യൻ കപ്പലല്ല. അതുപോലെ തന്നെ MT സെറ്റബെല്ലോ, ഇതും പലാവു രാജ്യത്തിന്റെ പതാകയുള്ള കപ്പലാണ്, ഇന്ത്യൻ കപ്പലല്ല. ഇതാണ് അപകടത്തിൽപ്പെട്ടപ്പോ 3 പേര് മരിച്ചുപോയ ആ കപ്പൽ. അപ്പൊ ഈ കപ്പൽ രണ്ടും രണ്ടാണെന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ആക്രമണം നേരിട്ടിട്ടുള്ള 3 കപ്പലുകളും ഇന്ത്യയുടേതല്ല. എന്നാൽ ഭയങ്കരമായിട്ട് ഇന്ത്യൻ ജീവനക്കാർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, നാശനഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാവുന്നു എന്ന് വരുത്തി തീർക്കാനായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം, ഒരു വാർത്ത കാണിക്കാം. ഒമാൻ തീരത്ത് ഇന്ത്യൻ ചരക്ക് കപ്പൽ മുങ്ങുന്നു, 14 ഇന്ത്യക്കാരെ രക്ഷിക്കാൻ തീവ്ര ശ്രമം തുടരുന്നു. ഇത് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇന്നലെ മുഴുവനും ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന വാർത്തയാണ്. റിപ്പോർട്ടർ ചാനലിലൊക്കെ ഒമാൻ തീരത്ത് ഇന്ത്യൻ പായ്ക്കപ്പൽ മുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മറ്റേ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് കാണുന്നവർ എന്ത് വിചാരിക്കണം? വീണ്ടും അവിടെ തന്നെ ആക്രമണം ഉണ്ടായി, ഹോർമൂസിൽ ആക്രമണം ഉണ്ടായി, ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, 14 പേര് അതിനകത്തുണ്ടെന്നല്ലേ? ആക്ച്വലി ഇത് ഹോർമൂസിലേ നടന്ന സംഭവമല്ല, മറിച്ച് കപ്പലിന്റെ എഞ്ചിൻ തകരാറ് മൂലമാണ് ഈ കപ്പൽ മുങ്ങാൻ ഇടയായത്. ഇത് ഞാൻ ചുമ്മാ പറയല്ല, വായിക്കാം. പ്രധാന വിവരങ്ങൾ. യന്ത്ര തകരാറിനെ തുടർന്നാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത്. ഈ കപ്പലിൽ 14 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. കപ്പലിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ജീവനക്കാർ സുരക്ഷിതമായി ലൈഫ് റാഫ്റ്റിലേക്ക് മാറിയിരുന്നു. ഒമാൻ അധികൃതരുടെയും US നേവിയുടെയും സമീപത്തുണ്ടായിരുന്ന മറ്റ് കപ്പലുകളുടെയും സഹായത്തോടെ ഇവരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് യുദ്ധം റിലേറ്റഡ് ആണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വായിക്കാം. അല്ല, ഇത് യുദ്ധവുമായി ബന്ധമുള്ള ഒരു സംഭവമല്ല. ഇത് കേവലം ഒരു സാങ്കേതിക തകരാർ മൂലം ഉണ്ടായ അപകടമാണ്. കപ്പലിന്റെ എഞ്ചിൻ കേടായതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെടുകയും വെള്ളം കയറാൻ തുടങ്ങുകയുമാണ് ഉണ്ടായത്. ഇതൊരു സാധാരണ കടൽ അപകടം മാത്രമാണ്. യാതൊരുവിധ സൈനിക നടപടികളോ യുദ്ധ സാഹചര്യങ്ങളോ ഇതിന് പിന്നിലില്ല.
കേട്ടോ. ഇതൊന്നും കൃത്യമായി അന്വേഷിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യാതെ ഒമാൻ തീരത്ത് കപ്പൽ മുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകൾ രംഗത്ത് വന്നു. അതിന്റെ താഴെ മുഴുവനും മോദിയെ തെറി വിളിച്ചുകൊണ്ട് കുറെ ആൾക്കാർ വന്നു. ഇവർക്കൊക്കെ മോദിയെ തെറി വിളിക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് മാത്രമാണ് ഇത് കാണുന്നത്. ഇപ്പൊ 3 നാവികർ മരിച്ചു യുഎസിന്റെ ആക്രമണത്തിൽ എന്ന് പറയുമ്പോൾ പോലും അത് എടുത്തു വെച്ച് ആഘോഷിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ആദരാഞ്ജലികൾ എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ആദരാഞ്ജലികളല്ല, മറിച്ച് എങ്ങനെയൊക്കെ ഇന്ത്യൻ സർക്കാരിനെ, പ്രധാനമന്ത്രിയെ കുറ്റം പറയാം എന്നതാണ് ഇതിലെല്ലാം കാണുന്നത്. ഇവരെല്ലാം പറയുന്ന കാര്യം ഇവിടെ ഒക്കെ മരിച്ചത് ഇന്ത്യക്കാരല്ലേ, ഇന്ത്യൻ കപ്പലല്ല എന്നതായിക്കോട്ടെ. ഒരാൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു, അയാളുടെ പേരൊന്നും എനിക്കറിയില്ല, ഇന്ത്യൻ കപ്പൽ ഇതുപോലെ മുങ്ങി എന്നൊക്കെ പറയുന്നത് പച്ച നുണയാണ് പറയുന്നത്. ഇന്ത്യയുടെ ഒരു കപ്പലും അങ്ങനെ ഹോർമൂസിൽ വെച്ചിട്ട് ആക്രമിക്കപ്പെട്ടിട്ടുമില്ല. ഇന്ത്യയുടെ ഒരു കപ്പലിനും അങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടില്ല. യന്ത്ര തകരാർ എന്ന് പറയുന്നത് സാധാരണ കടലിൽ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്, ഓൾമോസ്റ്റ് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിനൊക്കെ എങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നു നോക്കാം. ഇതോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയും വന്നു, അത് കാണിച്ചു തരാം. ഒമാൻ തീരത്ത് കപ്പലിൽ ഇന്ത്യക്കാരൻ മരിച്ചു, ചികിത്സ ലഭിച്ചില്ലെന്ന് ആരോപണം, മൃതദേഹം ജീർണിക്കാതിരിക്കാൻ തണുത്ത വെള്ളം നിറച്ച കുപ്പികൾ. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ കല്ലെറിന് ഇടയാക്കി എന്നുള്ളതാണ്. ഒമാൻ തീരത്ത് ഇന്ത്യക്കാരൻ മരിച്ചു. ഇത് യുദ്ധത്തിലാണോ മരിച്ചത് എന്ന ആൾക്കാർക്ക് അറിയണ്ട, അതുപോലെ തന്നെ ഇന്ത്യൻ കപ്പലാണോ എന്ന് അറിയണ്ട. പക്ഷെ ഇന്ത്യക്കാരൻ മരിച്ചു, ചികിത്സ കൊടുക്കാത്തത് ഇന്ത്യയുടെ കുഴപ്പമാണെന്നും പറഞ്ഞുകൊണ്ട് തെറിവിളിയോട് തെറിവിളി. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ആ വാർത്തയും വായിക്കാം. അല്ല, ഇത് ഇന്ത്യയുടെ കപ്പലല്ല, MT സെലസ്റ്റിയൽ മധ്യ അമേരിക്കൻ രാജ്യമായ പനാമയുടെ പതാക ഘടിപ്പിച്ച് സർവീസ് നടത്തുന്ന ഒരു അന്താരാഷ്ട്ര എണ്ണ കപ്പലാണ്. പ്രധാന വിവരങ്ങൾ: ഇന്ത്യൻ ജീവനക്കാർ. കപ്പൽ വിദേശ രാജ്യത്തിന്റേതാണെങ്കിലും അതിലെ സെക്കൻഡ് ഓഫീസർ നിശാന്ത് ഉൾപ്പെടെ ഭൂരിഭാഗം ജീവനക്കാരും ഇന്ത്യക്കാരാണ്. ഇന്ത്യയുടെ ഇടപെടൽ: മരണപ്പെട്ട നാവികൻ ഇന്ത്യൻ പൗരനായതിനാലാണ് ഒമാനിലെ ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോ ചികിത്സ ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എംബസിനെയോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അതും ഞാൻ എയോട് ചോദിച്ചു. എയുടെ മറുപടി വായിക്കാം. തീർച്ചയായും കപ്പലിൽ വെച്ച് നാവികനെ കൃത്യസമയത്ത് ചികിത്സ നൽകാതിരുന്നതിൽ ഇന്ത്യൻ സർക്കാരിനെയോ ഇന്ത്യയെയോ കുറ്റപ്പെടുത്തേണ്ടതില്ല. അതിനുള്ള പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. കപ്പലിന്റെ ഉത്തരവാദിത്വം: പനാമ പതാകയുള്ള ഒരു വിദേശ സ്വകാര്യ കപ്പലിലാണ് ഈ സംഭവം നടന്നത്. കടലിൽ യാത്ര ചെയ്യുമ്പോൾ ജീവനക്കാരുടെ ആരോഗ്യകാര്യങ്ങളും അടിയന്തര ചികിത്സയും ഉറപ്പാക്കേണ്ടത് ആ കപ്പലിന്റെ ക്യാപ്റ്റന്റെയും കപ്പൽ കമ്പനിയുടെയും പ്രാഥമിക ഉത്തരവാദിത്തമാണ്. നിയമപരമായ പരിമിതികൾ: അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു വിദേശ കപ്പലിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാൻ ഇന്ത്യക്ക് കഴിയില്ല. ഇന്ത്യയുടെ ഇടപെടൽ: ഒരു ഇന്ത്യൻ പൗരൻ മരണപ്പെട്ട വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഒമാനിലെ ഇന്ത്യൻ എംബസി കപ്പൽ കമ്പനിയുമായി ബന്ധപ്പെടുകയും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നയതന്ത്ര നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയ്ക്കാണ് ഫോർവേഡ് സീമെൻസ് യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ കമ്പനിക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നത്. ഇതിൽ എന്താണ് ഇന്ത്യയെ കുറ്റപ്പെടുത്താനുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിനെ കുറ്റപ്പെടുത്താനുള്ളത്? എല്ലായിടത്തും ഇന്ത്യക്കാരാണല്ലോ മരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ അവസാനമായിട്ട് പറയുന്ന ഒരു ന്യായം. എന്റെ പൊന്നു മക്കളെ, ചന്ദ്രനിൽ പോയാൽ ഒരു ഇന്ത്യക്കാരനുണ്ടാവും. അവിടെയൊക്കെ പുറകെ പ്രധാനമന്ത്രി പോകണം, എംബസി പോകണം, നേവി പോകണം, പട്ടാളം പോകണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? ഇവരൊക്കെയും അവരവരുടെ ജീവിതം നോക്കി പഠിച്ച് ഓരോരോ കരിയർ മേഖലകൾ തിരഞ്ഞെടുത്ത് പോകുന്ന ആൾക്കാരാണ്. കപ്പലിലെ ജീവിതം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം ഉണ്ടാവുന്നത്. ഇപ്പൊ ഹോർമൂസിൽ വെച്ച് 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു പോലും നിങ്ങൾക്കറിയില്ല, കപ്പലിന്റെ പേരറിയില്ല, ഏതിലാണ് ആൾക്കാർ മരണപ്പെട്ടത്, ഏതിലാണ് ആൾക്കാരെ രക്ഷപ്പെടുത്തിയത്, ഇതൊക്കെ ഏത് രാജ്യത്തിന്റെ പതാക വെച്ചിട്ടുള്ള കപ്പൽ, ഇതൊന്നും നിങ്ങൾക്കറിയില്ല. അറിയാവുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ: പ്രധാനമന്ത്രിനെ തെറി പറയുക. ഇത് ന്യായമാണോ? ന്യായമാണോ? അന്ധമായ വിരോധം എന്നല്ലാതെ എന്താണ് ഇതിനെ പറയേണ്ടത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ ആദരാഞ്ജലികൾ നേരുമായിരുന്നോ, അതോ കിട്ടിയ അവസരം വെച്ച് നിങ്ങൾ അങ്ങ് ആഘോഷിക്കുമായിരുന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെ. ഞാനിപ്പോ ഈ വായിച്ച കാര്യങ്ങളൊക്കെ AI മോഡ് എടുത്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ അറിയാൻ പറ്റുന്ന സംഗതികളൊക്കെ തന്നെയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊന്നും നോക്കാത്തത്? ഈ വാർത്തകളൊക്കെ പങ്കുവെക്കുന്ന ആൾക്കാർ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് തുറന്ന് വായിച്ചാൽ തന്നെ ഇതെല്ലാം അതിനകത്ത് അവർ ഹിഡൻ ആയിട്ടാണെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ അവർ പറയാതെ ഒന്നും പോകുന്നില്ല. ഇന്ത്യൻ കപ്പലാണെന്ന് ഒരു ചാനലുകാരും പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങൾ എന്തൊക്കെയാണ് ഈ ധാരണയോടെ എടുക്കുന്നത്? എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ രാജ്യത്തിനെതിരായിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഇത് നിങ്ങളുടെ തന്നെ കൾച്ചർ മോശമല്ല, നിങ്ങളുടെ ഒരു സ്വഭാവമാണ് നാട്ടുകാർക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഹെയ്റ്റ് ഉണ്ടാവുന്നത്? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഹെയ്റ്റ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ തെറി വിളിക്കുന്നതിന് മുമ്പ് സ്വന്തമായി ഫാക്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം തെറി വിളിക്കുക. കപ്പലുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിട്ടെങ്കിലും സംസാരിക്കുക. തുറന്നു കാണുക പോളി ന്യൂസ്.